ഹായ് ഗൈസ്, ഇറ്റ്സ് മീ ജെറും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ മുട്ട ഉപയോഗിച്ച് വാട്ടറിൻ്റെ ഡെൻസിറ്റി നോക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു മുട്ട കേടാണോ കേടല്ലാതെ എങ്ങനെ വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാമെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നത് തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഗൈസ്, അപ്പം നമുക്കിതിന് ആവശ്യമുള്ള സാധനം പറഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ആദ്യമേ ആവശ്യമുണ്ട്. അത് നമുക്ക് വെള്ളം എടുക്കാനുണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്കൊരു മുട്ടയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിലാണ് പരീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കൊരു മുട്ട ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് അടുത്തായിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ സാധാ പച്ചവെള്ളം തന്നെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമുണ്ട്. പിന്നെ അടുത്തായിട്ട് നമുക്ക് ആവശ്യം ഒരു സ്പൂണും ആവശ്യമുണ്ട്. പിന്നെ 2 സ്പൂൺ ഉപ്പും ആവശ്യമുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് കാണാൻ പറ്റുന്നുണ്ടോ അറിയത്തില്ല ഗൈസ്. ഇപ്പോൾ നമ്മൾ 2 സ്പൂൺ ഉപ്പാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ 2 സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമുക്ക് ആ ഗ്ലാസ് ആദ്യം എടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ആ വെള്ളം അതിനകത്തോട്ട് ഒഴിക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് സാവധാനം വെള്ളം ആ ഗ്ലാസ് ഒഴിക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടതെന്നാൽ നമ്മളെടുത്ത 2 സ്പൂൺ ഉപ്പ് നമുക്കിത് മിക്സ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത വെള്ളമായിരുന്നു ഒഴിച്ചത്. അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് സാവധാനം മിക്സ് ചെയ്യാം ഗൈസ്. 2 സ്പൂൺ ഉപ്പും ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഗൈസ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഉപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, ഉപ്പൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഉപ്പൊക്കെ ഒന്ന് അടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയാണ് നമ്മുടെ മുട്ട അതിനകത്തോട്ട് ഇടാം. അപ്പോൾ ഗൈസ്, നമ്മൾ മുട്ട ഇട്ടതുമല്ല, മുട്ട പൊങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വിജയിച്ചെന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പിന്നെയുള്ള സയൻസ് എന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിന് ഡെൻസിറ്റി തീരെ കുറവായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഒരു ഉപ്പിട്ടതുകൊണ്ട് ആ ഒരു ഡെൻസിറ്റി അവിടെ കൂടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ആ ഒരു മുട്ട അതിനകത്ത് ഇട്ടപ്പോൾ തന്നെ അത് പൊങ്ങി കിടക്കുന്നത്. അപ്പോൾ നമ്മൾ താത്താലും അത് പൊങ്ങി കിടക്കും. അപ്പോൾ അത് ഡെൻസിറ്റി കൂടിയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ രണ്ടാമതൊരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാ പച്ചവെള്ളമാണ് ഗൈസ് എടുത്തത്. നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പ് മിക്സ് ആയിട്ടുള്ള വെള്ളമാണ്. നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആ ഒരു വെള്ളമാണ്. അപ്പോൾ നമ്മൾ രണ്ടാമടുത്ത ഈ ഒരു ഗ്ലാസ്സിലാണ് പച്ചവെള്ളം ഗൈസ്. അപ്പോൾ നമുക്ക് അതിനകത്ത് പച്ചവെള്ളത്തിൽ നമുക്ക് മറ്റൊരു മുട്ട ഇട്ട് വെക്കാം ഗൈസ്. അപ്പോൾ നമ്മൾക്കത് പെതുക്കി ഇടാം. അപ്പോൾ ഗൈസ്, നമ്മൾ മുട്ട ഇട്ടതുപോലെ അത് താഴെ പോയി കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നെ ഈ ഒരു വെള്ളത്തിന് ഡെൻസിറ്റി തീരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു മുട്ട ഇട്ടത്. അപ്പോൾ അത് താഴെ പോയത്. ആ സമയം മറ്റേ ഗ്ലാസ്സിലെ വെള്ളം എന്ന് വെച്ചാൽ അത് ഉപ്പ് വെള്ളം ഉണ്ടായാണ് അതൊരു മുട്ട പൊങ്ങി കിടക്കുന്നത് ഗൈസ്. ഇപ്പോൾ ഈ മുട്ടയുടെയൊക്കെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കേടുള്ള മുട്ടയാണെങ്കിൽ നമ്മളൊരു പച്ചവെള്ളം എടുത്താൽ ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളം എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പൊങ്ങിക്കിടക്കും, അത് കേടുണ്ടെങ്കിൽ. അതേസമയം കേടില്ലാത്തതിന് താഴെ പോയി കിടക്കും. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ആ ഉപ്പുവെള്ളം മിക്സ് ചെയ്ത് നമ്മുടെ മുട്ട ഉണ്ടല്ലോ അതെടുത്ത് ഞാൻ നമ്മുടെ ആ ഒരു പച്ചവെള്ളത്തിൽ ഇട്ട് നോക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് കേടില്ലെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കത് മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഉപ്പുവെള്ളത്തിൽ ഇട്ട മുട്ട സാധാ പച്ചവെള്ളത്തിൽ ഇട്ട് നോക്കാം. ശേഷം നമ്മൾ ഇട്ടതുമല്ല ആ മുട്ട താണു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വെള്ളത്തിന് ഡെൻസിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു മുട്ട താണു പോയത്. അപ്പോൾ കേസ് ഇത് നമ്മൾ പറ്റിയതൊന്നുമല്ല. അപ്പോൾ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് കേസ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്ത് 2 സ്പൂൺ ഉപ്പ് മിക്സ് ചെയ്ത് ഇതിലൊരു മുട്ട ഇടുവാണെങ്കിൽ ഈ ഒരു മുട്ട പൊന്തി കിടക്കും, ഇങ്ങനെ പൊങ്ങി കിടക്കും കേസ്. അപ്പം ഇതെന്ന് വെച്ചാൽ ആ ഒരു വെള്ളത്തിൻ്റെ ഡെൻസിറ്റി നമ്മൾ ഉപ്പിടുമ്പോൾ കൂടുകയാണ് ചെയ്ത്. അതുകൊണ്ടാണ് ആ ഒരു മുട്ട ഇങ്ങനെ പൊന്തി കിടക്കുന്നത്. അപ്പോൾ നമ്മളത് എത്ര താത്താലും അത് താഴത്തില്ല കേസ്. അപ്പം ഞാനൊരു മുട്ട കേടാണോ കേടില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം അങ്ങനെ കേടാണോ കേടില്ലാത്തതെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്ക് ഏത് സംശയമുള്ള മുട്ട ഇട്ട് നോക്കുകയാണെങ്കിൽ ആ ഒരു മുട്ട പൊന്തി കിടക്കും, അല്ലെങ്കിൽ താണു കിടക്കും. അപ്പോൾ ഇങ്ങനെ പൊങ്ങി കിടക്കുന്ന മുട്ടയാണെങ്കിൽ അത് കേടുള്ള മുട്ടയാണ്. അപ്പോൾ അതേസമയം താണു കിടക്കുന്ന മുട്ടയാണെങ്കിൽ അത് കേടില്ലാത്തതാണ്. അതേസമയം അങ്ങനെ നമുക്ക് ആ ഒരു മുട്ട കേടാണോ കേടില്ല എന്ന് അറിയാൻ പറ്റും ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളതിന് റിപ്ലൈ തരുന്നതായിരിക്കും, അത് ഷുവറാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം അതിൽ നിന്നായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ ഷുവറായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിലേക്ക് അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുകൊണ്ടെന്ന പ്രതീക്ഷയുടെ ബായ്.